ബുത്തിഡൌൺ എന്ന ഒരു നഗരം ഒന്നാകെ കത്തിച്ചു. അവിടേക്കുള്ള റോഡുകളും പാലങ്ങളും തകർത്തു. അവിടെയുള്ള 1,00,000-ലധികം പേർക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അന്താരാഷ്ട്ര ഏജൻസികൾ പോലും അങ്ങോട്ട് വിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യാൻ ശ്രമിച്ചവരെ പിന്തുടർന്ന് തലയറുത്തു. സമ്പാദ്യങ്ങൾക്കെല്ലാം തീയിട്ടു. മ്യാൻമറിലെ പൗരത്വമില്ലാത്ത റോഹിംഗ്യൻ വംശജരുടെ അവസാനത്തെ വേരുകളും പറിച്ചെറിയപ്പെടുകയാണ്. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. മ്യാൻമറിലെ റഖൈൻ സംസ്ഥാനത്തെ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന നഗരമാണ് ബുത്തിഡൌൺ. ഇത് റോഹിംഗ്യൻ വംശജർ കൂടുതലുള്ള മേഖലയാണ്. ഈ മേഖലയാണ് ഒന്നാകെ മ്യാൻമർ പട്ടാളം കത്തിച്ചു കളഞ്ഞത്. നഗരത്തിലേക്കുള്ള റോഡുകളും പാലങ്ങളും തകർത്ത ശേഷമായിരുന്നു സൈന്യത്തിൻ്റെ വംശഹത്യാശ്രമം. നഗരത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നോ അവിടെയുള്ളവർ ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നുവെന്നോ വ്യക്തമല്ല. ഇവിടേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കോ സന്നദ്ധ സംഘങ്ങൾക്കോ എത്താൻ കഴിയില്ല. ഉപഗ്രഹ ചിത്രങ്ങൾ വഴിയാണ് നഗരം ചുട്ടരിക്കപ്പെട്ടതിൻ്റെ തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹം ശേഖരിക്കുന്നത്. റോഹിംഗ്യൻ വംശജർക്കെതിരെ മ്യാൻമറിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് UN അഭ്യർത്ഥിക്കുന്നു. ഒരാഴ്ചക്കിടെ 45,000-ലധികം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മ്യാൻമറിൽ നിന്ന് പലായനം ചെയ്തതായി UN അറിയിച്ചു. അക്രമം വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നും അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം എന്നും UN അഭ്യർത്ഥിക്കുന്നു. ബുദ്ധ മതസ്ഥർക്ക് ഭൂരിപക്ഷമുള്ള രാജ്യമാണ് മ്യാൻമർ. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മ്യാൻമർ സംസ്ഥാനമായ റഖൈനിൽ പരമ്പരാഗതമായി വസിക്കുന്ന മുസ്ലിം വിഭാഗമാണ് റോഹിംഗ്യകൾ. ഇവർക്ക് മ്യാൻമർ ഭരണകൂടം പൗരത്വം അനുവദിക്കുന്നില്ല. 1982-ലെ പൗരത്വ നിയമമാണ് റോഹിംഗ്യകൾക്ക് പൗരത്വം നഷ്ടമാക്കിയത്. ഈ നിയമം മാറ്റിയെഴുതാൻ UN-ഉം അന്താരാഷ്ട്ര സമൂഹവും ഒന്നാകെയും സമ്മർദ്ദം ചെലുത്തിയിട്ടും ബുദ്ധ തീവ്രവാദികളെ ഭയന്ന് സർക്കാരുകളൊന്നും അതിന് മുതിർന്നിട്ടില്ല. വർഷങ്ങളായി ബുദ്ധിസ്റ്റ് വംശീയവാദികളാൽ വേട്ടയാടപ്പെട്ടിരുന്ന റോഹിംഗ്യകളെ 2017 ആഗസ്റ്റിലാണ് മ്യാൻമർ ഭരണകൂടം ഔദ്യോഗികമായി വംശഹത്യക്ക് ഇരയാക്കാൻ തുടങ്ങിയത്. ബുദ്ധ തീവ്രവാദികൾ റോഹിംഗ്യകളെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ സൈന്യം അതിന് ചൂട്ടുകത്തിച്ചു. റോഹിംഗ്യൻ ഗ്രാമങ്ങൾ ഒന്നാകെ സൈന്യം ചുട്ടെരിച്ചു. നിരവധി പേരെ പച്ചക്ക് കൊന്നു. 10 ലക്ഷത്തിലധികം പേരാണ് അന്ന് മ്യാൻമറിൽ നിന്ന് ബംഗ്ലാദേശിലേക്കടക്കം പലായനം ചെയ്തത്. സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാര ജേതാവായ ആങ് സാൻ സൂചിയുടെ സർക്കാരിന് കീഴിലാണ് ഇതെല്ലാം നടന്നത്. പ്രശ്നം പരിഹരിക്കുക പ്രയാസമാണ് എന്നും റോഹിംഗ്യൻ പ്രശ്നം ചരിത്രപരമാണ് എന്നുമായിരുന്നു സൂചിയുടെ വാദം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് റോഹിംഗ്യൻ വംശഹത്യക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു അന്ന്. റോഹിംഗ്യൻ കൂട്ടക്കൊലയെ വംശഹത്യയുടെ പാഠപുസ്തകം എന്നാണ് UN മനുഷ്യാവകാശ കൗൺസിൽ വിശേഷിപ്പിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ബംഗ്ലാദേശിലെത്തി റോഹിംഗ്യകളെ സന്ദർശിക്കുകയും ചെയ്തു. റോഹിംഗ്യകൾക്കെതിരായ വംശഹത്യ ലോകത്തിൻ്റെ മുമ്പിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് റോയിട്ടേഴ്സിൻ്റെ 2 ലേഖകരായിരുന്നു. 2 പേരെയും ഔദ്യോഗിക രഹസ്യ നിയമം ലംഘിച്ചുവെന്ന പേരിൽ മ്യാൻമർ ഭരണകൂടം അറസ്റ്റ് ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് ബംഗ്ലാദേശിലെ കോക്സ് ബസാർ ജില്ലയിൽ മ്യാൻമർ അതിർത്തിയോട് ചേർന്നുള്ളതാണ്. 7 ലക്ഷത്തോളം റോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്ത് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത്. ഇനിയും ഒരു അഭയാർത്ഥി പ്രവാഹമുണ്ടായാൽ താങ്ങില്ല എന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. മ്യാൻമറിൽ അവശേഷിച്ചിരുന്നത് 6 ലക്ഷത്തോളം റോഹിംഗ്യകളാണ്. ഇപ്പോൾ പട്ടാളമാണ് മ്യാൻമർ ഭരിക്കുന്നത്. 2020 നവംബറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആങ് സാൻ സൂചിയുടെ കക്ഷി വൻ ഭൂരിപക്ഷം നേടിയത് കൃത്രിമ മാർഗത്തിലൂടെയാണെന്ന് പറഞ്ഞ് 2021 ഫെബ്രുവരിയിൽ പട്ടാളം അധികാരം പിടിക്കുകയായിരുന്നു. ആങ് സാൻ സൂചിയെ പട്ടാളം തടവിലാക്കി. പട്ടാള അട്ടിമറിയെ തുടർന്ന് രാജ്യത്ത് ജനകീയ പ്രക്ഷോഭം ശക്തമായി. പട്ടാള ഭരണം കൂടുതൽ ക്രൂരമായാണ് റോഹിംഗ്യൻ വംശജർക്കെതിരെ വേട്ടയാടൽ തുടർന്നത്. ഈ ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കുന്ന റോഹിംഗ്യകൾക്ക് പൗരത്വത്തിനായി പോരാടുന്ന സംഘമാണ് അറാക്കൻ ആർമി. ഇവർ എപ്പോഴെല്ലാം സൈന്യത്തിനെതിരെ തിരിയുന്നുവോ ആ അവസരം നോക്കി റോഹിംഗ്യകളെ ഒന്നാകെ ആട്ടിപ്പായിക്കുകയാണ് പട്ടാള ഭരണകൂടം. മ്യാൻമറിൽ നിന്ന് വരുന്ന റോഹിംഗ്യൻ വംശജർക്ക് അഭയം നൽകാൻ അയൽ രാജ്യങ്ങളോട് UN അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യയിലെ പൗരത്വ നിയമ ഭേദഗതിയുടെ ഭരണഘടനാ വിരുദ്ധതയും നീതിരാഹിത്യവും കൂടുതൽ വ്യക്തമാകുന്ന സമയമാണിത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ കാരണങ്ങളാൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി വരുന്ന അഭയാർത്ഥികൾക്ക് അവർ അമുസ്ലിങ്ങളാണെങ്കിൽ പൗരത്വം നൽകണം എന്നാണ് CAA പറയുന്നത്. എന്നാൽ ഈ നിയമ ഭേദഗതി നടന്ന സമയത്തും ഇപ്പോഴും ഏറ്റവും കൂടുതൽ മതപരമായ വിവേചനവും വംശഹത്യവും അനുഭവിക്കുകയും പൗരത്വം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത് മ്യാൻമറിലെ റോഹിംഗ്യകൾക്കാണ്. നമ്മുടെ രാജ്യം ഇവർക്കെതിരെ വാതിൽ കൊട്ടിയടക്കുന്നു. റോഹിംഗ്യകൾക്ക് അഭയാർത്ഥി പദവി പോലും നൽകാനാവില്ല എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. നിയമവിരുദ്ധ കുടിയേറ്റം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത റോഹിംഗ്യൻ മുസ്ലിങ്ങളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി വന്നിരുന്നു. ഈ കേസിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇന്ത്യയിൽ അനധികൃതമായാണ് റോഹിംഗ്യകൾ എത്തുന്നത് എന്നും അവർക്ക് അഭയാർത്ഥി പദവി നൽകാൻ സാധ്യമല്ല എന്നുമായിരുന്നു.